ലവ് സ്റ്റോറിയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി. ഫാമിലി ഓറിയന്റഡ് ആണ്, നല്ലൊരു ത്രില്ലർ ഫീലാണ്. എങ്ങനെയുള്ളൊരു സിനിമയാണിത്? ത്രില്ലറാണ്? എങ്ങനെയാണ്? ത്രില്ലർ അല്ല, പക്ഷേ നമ്മളെ ത്രൂ ഔട്ട് ദ മൂവി നമ്മളെ എൻഹാൻസ് ചെയ്ത് നമ്മളെ അതിൽ ഇരുത്തും. നമുക്കൊരിക്കലും ബോറടിക്കില്ല. ടിൽ ദ ലാസ്റ്റ് സെക്കൻഡ് വരെ നമുക്കൊരിക്കൽ പോലും ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അവസരം നിന്ന സ്വാമി സാറിന് താങ്ക് യു. ധ്യാൻ്റെ യൂഷ്വൽ മൂവി പോലെ അല്ലാതെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കോമിക് ടൈപ്പ് അല്ല, പക്ഷേ SN സ്വാമി എന്ന് പറഞ്ഞ ലെജൻഡിൻ്റെ ഫസ്റ്റ് ആക്ഷനിലെല്ലാം അതിൻ്റെ അകത്തുണ്ട്. നല്ല മൂവിയാണ്. ആക്ച്വലി എന്താ പറയുക, ഫാമിലി ഓറിയന്റഡ് ആണ്, നല്ലൊരു ത്രില്ലർ ഫീലാണ്. ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. ധ്യാൻ നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവരി ആർട്ടിസ്റ്റിന് ഒരു സ്പേസ് ഉണ്ട് മൂവിയിൽ, നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പെർഫോമൻസ്. ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആണ്. അടിപൊളിയായിരുന്നു. പുതിയതാണ്, അടിപൊളിയാണ്. പടം എങ്ങനെയുള്ളൊരു പടമാണിത്? ലവ് സ്റ്റോറിയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി. ആദ്യത്തെ സംരംഭമല്ലേ, വിജയിക്കും. ത്രില്ലറാണ് പടം. അടിപൊളി, കാണും. എങ്ങനെയുണ്ടായിരുന്നു പടം? തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം കണ്ട സംതൃപ്തിയാണ്. SN സ്വാമി എന്ന തിരക്കഥാകൃത്ത് ചക്കരയുമ്മയിലൂടെ 1980 അദ്ദേഹം കടന്നു വന്നത്. ഇപ്പോൾ ഒരു 44 വർഷക്കാലമായ അദ്ദേഹം മലയാള സിനിമയിൽ 72 വയസ്സുകാരനായ അദ്ദേഹം ആദ്യത്തെ സിനിമ ഒരു നല്ലൊരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനുഷ്യനിലെ ഒരുപാട് നന്മകളെ നമുക്ക് വരച്ചു കാണിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി, മനുഷ്യൻ എപ്പോഴും നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നത്, നമ്മുടെ പോസിറ്റീവെ ഉണർത്തുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ചിത്രം. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹത്തിന് ഇതിൽ പരം ഒരു അവസരം കിട്ടാനുണ്ടോ? ഇനി കിട്ടണം അദ്ദേഹത്തിന്. കാരണം അത്രയും മികച്ച ഒരു എഴുത്തിലൂടെ മലയാള സിനിമയെ നമ്മളെ ഞെട്ടിച്ച ഒരു തിരക്കഥാകൃത്താണ് SN സ്വാമി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ നായകനായിട്ട് വരിക എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്.